The distance of Earth from the surface to center is 6371 കിലോമീറ്റർ. 6371 കിലോമീറ്ററാണ് സർഫേസിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം. 5500 ഡിഗ്രി സെൽഷ്യസ് ഇസ് ദ ഹീറ്റ് ഓഫ് സെൻറ്റർ ഓഫ് എർത്ത്. ഈ 6371 കിലോമീറ്റർ ദൂരത്തിലുള്ള സെൻറ്ററിലെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. Information regarding the interior of Earth is formed through scientific studies and inferences. അതായത് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഇടപെടലുകളുടെയുമാണ്. Information regarding the interior of Earth is formed through scientific studies and inferences. എങ്ങനെയാണ് നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും മറ്റ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് അതിൽ നിന്നുള്ള നിഗമനങ്ങളിലൂടെയുമാണ് നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. കാരണം ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള അവസ്ഥ നമുക്കറിയാം. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്സ്, സെൻറ്ററിലുള്ള ചൂട്. അപ്പോൾ അതിനനുസരിച്ച് മറ്റു ഭാഗങ്ങളിലും അതിനനുസരിച്ചുള്ള ചൂടുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഇടപെടലുകളുടെയും മാത്രമേ നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. Information regarding the interior of Earth is formed through scientific studies and inferences. അതായത് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഇടപെടലുകളുടെയുമാണ്. Information regarding the interior of Earth is formed through scientific methods of study by examining minerals that reach the Earth's surface through volcanic eruption. അതായത് ശാസ്ത്രീയമായ പഠനങ്ങളുടെയും ഇടപെടലുകളുടെയാണ് നമ്മൾ ഭൂമിയുടെ ഭാഗത്തെക്കുറിച്ച് പഠിക്കുക പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സാണ്? ഇവിടെ 3 മെത്തേഡാണ് പറയുന്നത്. അതായത് ബൈ എക്സാമിനിങ് മിനറൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻസ്. അതായത് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ധാതുലവണങ്ങളുടെ പഠനങ്ങളിലൂടെ. ഫ്രം ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, അതുപോലെ ഖനികളിൽ നിന്നുള്ള വിവരങ്ങൾ. അതുപോലെ ബൈ അനലൈസിങ് ദ